മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തുകയാണ്. ലോകത്തിന് മുന്നിലേക്ക് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ പ്രോഡക്റ്റുകൾ വയ്ക്കാനുണ്ട്. എന്താണ് ഈ രണ്ട് പദ്ധതികളും, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് എങ്ങനെയാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്? മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടി നിക്ഷേപങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇത് അസംബ്ലി ചെയ്ത് വിൽക്കുന്നതിനെയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡുണ്ട്. ഇപ്പോൾ വേണേ കാഞ്ചീപുരം, അത് നമ്മുടെ സ്വന്തം ബ്രാൻഡാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടേതായ ആഗോളതലത്തിലേക്ക് ഉയർത്തപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത്. അതിനെല്ലാം ആഗോള ബ്രാൻഡായി ഉയർത്തിയെടുക്കുക, അതായത് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള സാധനങ്ങൾ, തദ്ദേശീയമായി തന്നെ നമ്മൾ നിർമ്മിക്കുന്ന എല്ലാ കാര്യങ്ങളും ആഗോള ബ്രാൻഡായിട്ട് മാറുക എന്നുള്ളത്, അതായത് കുത്തക ബ്രാൻഡായിട്ട് നമുക്കും മാറാം എന്നുള്ളത് തന്നെയാണ് അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ മേക്ക് ഇൻ ഇന്ത്യ കാഴ്ചപ്പാടിൽ നിന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ത്യയുടെ വ്യവസായ അടക്കം ഇപ്പോൾ ഒരു മുന്നേറ്റം നടത്തുന്ന സ്ഥിതിയിലേക്കാണ്. നേരത്തെ നമ്മൾക്കറിയാം, നമ്മുടെ INS തമൽ റഷ്യയുമായി സഹകരിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യുദ്ധക്കപ്പലാണ്. ആ കപ്പൽ അതോടുകൂടി നമ്മൾ പറയുകയാണ് റഷ്യയോട്, ഇനി ഞങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പോവുകയാണ്. അതായത് ഓരോ പാർട്ടും തദ്ദേശീയമായി നമ്മൾ തന്നെ നിർമ്മിച്ച് നമ്മുടേതായിട്ടുള്ള സ്വന്തം എന്ന് പറയുന്ന രീതിയിൽ, പൂർണ്ണമായും സ്വന്തം എന്ന് പറയില്ലേ, കുറച്ചുപോലും അപരൻ്റെ ഒരു ഷെയർ ഇല്ലാത്ത രീതിയിൽ നമ്മൾ തന്നെ നിർമ്മിക്കാൻ പോവുകയാണ് എന്നുള്ളത്. അതിനുശേഷം വലിയൊരു ഡിസ്ട്രോയറുടെ വാർത്തയൊക്കെ നമ്മൾക്ക് പുറത്തു വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ തന്നെ അസംബിൾ ചെയ്ത് എടുക്കുന്ന സാധനങ്ങൾ പോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യയിലേക്കും നമ്മൾ വലിയ കുതിപ്പിൽ തന്നെയാണ് പോകുന്നത്. വെറും ഒരു ഉൽപാദന കേന്ദ്രം എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ ഡിസൈനും സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലേക്ക് എത്തിക്കുകയും അതുവഴി ആഗോള ശക്തിയായി മാറാനാണ് നമ്മുടെ രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മോദി ഇടയ്ക്കിടയ്ക്ക് പറയും, ദിവസത്തിൽ ഒരു തവണയെങ്കിലും പറയും, ആത്മനിർഭർ ഭാരത്, സ്വയം പര്യാപ്തത. ഈ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഓരോ രാജ്യവും കൈവരിക്കേണ്ടത് തന്നെയാണ്. അപ്പം നമ്മുടെ രാജ്യം അത് 75 വർഷം കൈവരിച്ചില്ല എന്നുള്ളതാണ്. 2014 മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെ രാജ്യത്ത് എല്ലാവരും പറഞ്ഞു തുടങ്ങുന്നത്. അത് പ്രധാനമന്ത്രി മോദി പറഞ്ഞതിന് ശേഷമാണ്. ഇതെന്താണ്, ഇതിലേക്ക് ആ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് വന്നപ്പോഴും എല്ലാവരും കളിയാക്കി, ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഇനി നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മിക്കവാറും എല്ലാവരെയും ആശ്രയിച്ച് അവരുടെ കാൽച്ചോട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തടി തപ്പി ജീവിച്ചു പോവുക, ഇവിടം വിട്ട് നമ്മുടെ യുവാക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഒരു സാഹചര്യം. തിരിച്ച് ഇപ്പോൾ വമ്പൻ ബ്രാൻഡുകളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തേക്ക് വരികയും അവർക്ക് ഇവിടെ ഇവിടെ ഒരു വലിയ വിപണി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് 2014 മുതൽ നമ്മൾ 2025 വരെ എടുത്തു നോക്കുമ്പോഴുള്ള മാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഈ കഴിഞ്ഞ 75 വർഷം എന്ന് പറയുന്നത് വളരെ ഊഷരമായിട്ടുള്ള ഒരു ഭൂമിയായിരുന്നു നമ്മുടെ രാജ്യമെന്ന് പറയാതെ വയ്യ. എന്നാൽ നമുക്ക് ഇതിനുള്ള കാര്യങ്ങളെല്ലാം, റിസോഴ്സ് എല്ലാം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ആർജവമുള്ള ഒരാൾ മുന്നിൽ വരണം. നമ്മുടെ ഭരണ നേതൃത്വം അതുവരെ ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് കളിപ്പാവയായി നിൽക്കുന്ന ഭരണ നേതൃത്വമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ രാജ്യത്തിന് പുരോഗതിയൊന്നും കൈവരിക്കാൻ കഴിയാതെ പോയത്. 2014 BJP ഗവൺമെൻറ് വരുമ്പോൾ അവർ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികളോടെയാണ് വന്നിട്ടുള്ളത്. ആ പദ്ധതികൾ എല്ലാം ജനങ്ങളോട് പറയുകയും ചെയ്തു. ആ പദ്ധതികളിൽ പലതും നടപ്പിലാക്കി കഴിഞ്ഞു. എന്തായാലും ഇനി ഏതെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞു വരുമ്പോൾ മാവോയിസ്റ്റുകൾ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നതിലേക്ക് വരെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി മാവോയിസ്റ്റ് ഉണ്ടോ എന്നറിയില്ല. ഏറ്റവും ഒടുവിൽ ഒരു നക്സലിനെ തലയ്ക്ക് 10 ലക്ഷം വിലയിട്ട നക്സലിനെ വകവരുത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകളെല്ലാം കൃത്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് മോദി ഗവൺമെൻറ്. അപ്പോൾ ഈ ആത്മനിർഭരത എന്ന് പറയുന്നത് ആ പൂർണ്ണമായിട്ടും സ്വയം പര്യാപ്തമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ യുവാക്കളെ അടക്കം എത്തിക്കാനായിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 2014 ആരംഭിച്ചിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വിദേശ നിക്ഷേപകരെ ഇന്ത്യയിൽ ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു.
നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ എല്ലാം കാര്യങ്ങൾ കൂടിപ്പോയതുകൊണ്ട് ഒരു ബിസിനസ്സുകാരനെ തെലുങ്കാന ദത്തെടുത്തുകൊണ്ട് പോയി അവിടെ പ്ലാന്റ് നിർമ്മിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ അത് കേരളത്തിലെ മാത്രം കാര്യമാണ് കേട്ടോ. കേരളത്തിൽ മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വൻകിട ബ്രാൻഡുകളൊന്നും ക്ലച്ച് പിടിക്കാതെ പോകുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രത്യേക പരിസ്ഥിതി കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും പ്രതിരോധം, വ്യോമയാനം, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, ബയോടെക്നോളജി തുടങ്ങിയിട്ടുള്ള ഏതാണ്ട് 25ഓളം മേഖലകളിലാണ് നിക്ഷേപം നമ്മൾ ക്ഷണിച്ചിരുന്നത്. ഇതിനായിട്ട് വിദേശ നിക്ഷേപ നിയമങ്ങളൊക്കെ ലളിതമാക്കുകയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഞാൻ വീണ്ടും പറയുകയാണ്, കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യരുത്. പിന്നീട് വരുന്നതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ. മെയ്ഡ് ഇൻ ഇന്ത്യ ഏതാണ്ട് 2024 കൂടിയാണ് നമ്മൾ വരുന്നത്. കാരണം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വപ്നം പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് ഏതാണ്ട് അതിൻ്റെ അറ്റം എത്താറാവുമ്പോൾ മാത്രമാണല്ലോ നമുക്ക് അടുത്തൊരു പ്രോജക്റ്റിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് മോദി അവതരിപ്പിച്ചു, മെയ്ഡ് ഇൻ ഇന്ത്യ. ആ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ പുതിയൊരു മാനമായിട്ട്, അല്ലെങ്കിൽ പുതിയൊരു ദിശയിലേക്ക് നമ്മൾ പോകുന്ന കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇത് മെയ്ക്ക് ഇൻ ഇന്ത്യ കാഴ്ചപ്പാട്, മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഒരു പടി കൂടി കടന്നിട്ടുള്ളതാണ് ഈ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് വെറും നിർമ്മാണം മാത്രമല്ല, നമ്മുടെ ഗവേഷകർ തന്നെ രൂപകൽപ്പന ചെയ്ത് ഇന്ത്യൻ എഞ്ചിനീയർമാർ നിർമ്മിച്ച് ആഗോള വിപണിയിൽ ഇന്ത്യൻ ബ്രാൻഡ് എന്ന നിലയിൽ വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇതിൽ വരിക. ഇതിലിപ്പോൾ ഡിസൈൻ ഇന്ത്യ എന്ന് പറയുന്ന കാര്യം വരുന്നുണ്ട്. അതായത് ഗവേഷണ സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളുമൊക്കെ അവരവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്യുന്നു. മാനുഫാക്ചറിംഗ് ഇന്ത്യ തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യയും അതായത് അതിന് വേണ്ടുന്ന ആളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ വിഭവശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. ബ്രാൻഡ് ഇന്ത്യ ലോകമെമ്പാടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിശ്വാസ്യതയുടെയും ഗുണമേന്മയുടെയും പ്രതീകമായി മാറുന്നു എന്നുള്ളതാണ്. ഈ നിർണായക മേഖലകളിലെ മാറ്റം എന്ന് പറയുന്നത് പ്രതിരോധത്തിലാണെങ്കിൽ മുൻപ് വിദേശ കമ്പനികളെ ഉൽപ്പാദനത്തിനായിട്ട് ആകർഷിച്ച രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഡ്രോണുകൾ ചെയ്യുന്നുണ്ട്, വിമാനങ്ങൾ, അതായത് തേജസ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, അന്തർവാഹിനികളൊക്കെ നമ്മൾ നിർമ്മിക്കുക മാത്രമല്ല നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് ടെക്കും ഇലക്ട്രോണിക്സും സംബന്ധിച്ചിട്ടുള്ളതാണ്. ആപ്പിൾ, സാംസങ് തുടങ്ങിയിട്ടുള്ള ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വെറും അസംബ്ലി യൂണിറ്റുകൾ ഒരുക്കുന്നതിന് പകരം ഇന്ന് സ്വന്തമായിട്ട് ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകളും ഡിസ്പ്ലേ ഫാക്ടറികളും 5G ഉപകരണങ്ങളും ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ രംഗത്ത് ജനറിക് മരുന്നുകളുടെയും വാക്സിനുകളുടെയും ഉൽപ്പാദനത്തിനും അപ്പുറം കോവാക്സിൻ പോലുള്ള തദ്ദേശീയ വാക്സിൻ ഗവേഷണങ്ങളും AI സഹായത്തോടെയുള്ള മരുന്ന് കണ്ടെത്തലുകളും ഇന്ത്യയുടെ ആരോഗ്യ മേഖലയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ജനറിക് മരുന്നുകൾ വരുന്നത് പണ്ട് ഓരോന്ന് വീതമൊക്കെ ആയിരുന്നു ജനറിക് സ്റ്റോറുകൾ വന്നുകൊണ്ടിരുന്നത്, ജനൌഷധി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ ഒരു ഭയമുണ്ടായിരുന്നു. ഇത് വരുന്നത് അറിയാമല്ലോ, ഈ ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ ധിക്കാരം കാണിച്ചു. അവർ പറയുന്ന നടപടിയാകില്ല എന്ന് പറഞ്ഞു. മോദി നേരെ ചെയ്ത ഒരു പരിപാടിയാണ് ജനറിക് മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ വീട്ടിലടക്കം എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ആശ്രയിക്കുന്നത് ജനൌഷധിയാണ്. അതേ ക്വാളിറ്റിയാണ്, നമുക്ക് വില കുറച്ച് കിട്ടുന്നുണ്ട്. ജീവൻ രക്ഷാ മരുന്നാണല്ലോ, അതിൽ ഈ പണം വെച്ച് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ കിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ അത് ആദ്യകാലത്ത് ഞാൻ നോക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പ്രിയനും കണ്ടിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു സിറ്റിയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇത് വ്യാപിച്ചു. ഒരു പഞ്ചായത്തിൽ പോലും പലയിടങ്ങളിലായിട്ട് ഈ ഒരു സ്റ്റോർ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഏതാണ്ട് രാവിലെയും വൈകിട്ടും നോക്കിയിട്ടുണ്ട്. ഉച്ച സമയത്ത് ഞാൻ അധികം കണ്ടുള്ളൂ. പക്ഷേ ഈ രണ്ട് സമയങ്ങളും ജനങ്ങൾ പൊതുവായിട്ട് നിരത്തിലേക്ക് ഇറങ്ങുകയാണ് പല ആവശ്യങ്ങൾക്ക്. അപ്പോൾ നീണ്ട ക്യൂ ആണ് മരുന്ന് വാങ്ങാനായിട്ട്. പലരും ക്യൂ നിന്ന് മരുന്ന് വാങ്ങുന്നുണ്ട്. അതേ ക്യൂ പക്ഷേ ഇന്ന് സാധാരണ ഫാർമസി, ഈ പറയുന്ന മെഡിക്കൽ സ്റ്റോറുകളിലൊന്നും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊന്ന് സ്റ്റാർട്ടപ്പുകളാണ്. സൊമാറ്റോ, ബൈജൂസ്, ഓല തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ ആഗോള വിപണിയിൽ സ്വന്തം ബ്രാൻഡുകളായിട്ട് മാറിയിട്ടുണ്ട്. മറ്റൊന്ന് സപ്ലൈ ചെയിനാണ്. ചൈന +1 തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ലോകരാജ്യങ്ങൾ ചൈനയ്ക്ക് പകരം സുരക്ഷിതമായിട്ടുള്ള വിതരണ കേന്ദ്രങ്ങളെ തേടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ത്യ വെറും അസംബ്ലി കേന്ദ്രത്തിൽ നിന്ന് ഗവേഷണ നിർമ്മാണ കേന്ദ്രമായിട്ട് മാറുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസി
എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഫാർമസി മാത്രമല്ല, ലോകത്തിൻ്റെ ഫാക്ടറി കൂടിയായിട്ട് ഇന്ത്യ മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതൊരു മാത്രമല്ല, ലോകത്തിൻ്റെ ഒരു ഇന്നോവേഷൻ ഹബ്ബായിട്ട് കൂടി ഇന്ത്യ മാറാൻ ഒരുങ്ങുകയാണ്. ഇത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ കൂടുതൽ മുന്നോട്ട് നയിക്കാനുള്ള മറ്റൊരു കാരണമായിട്ട് മാറും എന്നുള്ളത്. പക്ഷെ ഇതിനെല്ലാം വേണ്ടിയിരുന്നത് ഒരു ആർജവമുള്ള സർക്കാരിനെയാണ്. ആ ആർജവമുള്ള സർക്കാരിനൊപ്പം ജനം കൂടെ നിന്നതിൻ്റെ എന്താ പറയുക സാക്ഷ്യപത്രമാണ് 3ാമത്തെ ടേമിലും അതേ സർക്കാർ തന്നെ കയറി ഭരിക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.